Hey everyone, welcome to my channel. And yes, we are on episode 4 of Kerala Crime Files season 2. Lots have happened, lots of revelation in episode 3. So, very, very excited to see how episode 4 turns out. So, let's watch it right away. This is definitely from the past timeline, I feel now. Oh my god, yes! The loyal dog. കന്നഡ പോലീസുകാരുടെ കാര്യം തൽക്കാലം ഓഫ് ദ റെക്കോർഡ്സ് വെച്ചാൽ മതി. അത്രയ്ക്ക് മുറുകുന്ന സ്റ്റേജ് വരുമ്പോൾ മാത്രം നമുക്ക് പേപ്പറിലാക്കാം. രണ്ട് സ്റ്റേറ്റുകളുടെ ഇടയിലുള്ള കാര്യമല്ലേ, പുറത്തു വന്ന അവരും നാറും നമ്മളും നാറും. നമുക്ക് നോബിൾ പറഞ്ഞ പോലെ അയ്യപ്പന്റെ പുറകെ തന്നെ വെച്ച് പിടിക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലും തടഞ്ഞോ? കൂടുതലെന്ന് പറയാൻ പറ്റൂല, എന്നാലും റെസ്പോണ്ട് ചെയ്യാതിരുന്ന അയ്യപ്പനെ കുറിച്ച് വിവരം എടുക്കാൻ വേണ്ടിയാണ് അമ്പിളി സൈബർ സെല്ലിലെ ഫ്രണ്ട് വഴി നോക്കിയത്. പക്ഷേ അതേ അയ്യപ്പൻ തിരിച്ച് റിയോൺ കാറിന്റെ ഡീറ്റെയിൽ വെച്ച് പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ പറഞ്ഞ കാറിൽ അമ്പിളി ആളുടെ കൂടെ കയറി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാനുള്ളത്. ഈ അമ്പിളി കന്നഡ പോലീസിന് സെറ്റിൽ ചെയ്ത പൈസയുടെ സോഴ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് പറഞ്ഞിട്ട് എന്റെ ഒരു ഡൗട്ടാണ്, ഈ പൈസ ഒപ്പിക്കാനുള്ള കൊട്ടേഷൻ അമ്പിളി അയ്യപ്പന് കൊടുത്തിരിക്കുമെന്നുള്ളതാണ്. ഗുണമുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺസേൺ സ്റ്റേഷനിലേക്ക് അയ്യപ്പന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. ആയിരുന്ന സമയത്തുള്ള എംഒയും കൂടെ ചേർത്ത്. പിന്നെ വേറെ എന്തെങ്കിലും വേണ്ടി വരികയാണെങ്കിൽ ഡേറ്റാ ബാങ്കിൽ കാണുമല്ലോ. അതിലുണ്ടാവുന്ന സംശയമുണ്ട്. 2001 തന്നെ സീരിയൽ ഒഫൻഡേഴ്സ് ലിസ്റ്റിൽ നിന്ന് അയ്യപ്പന്റെ പേര് ഒഴിവാക്കിയിരുന്നു. ആക്റ്റീവ് ക്രിമിനൽ അല്ലാത്തതുകൊണ്ട്. ക്രൈം ബ്രാഞ്ച് ഡേറ്റാ ബാങ്ക് ഉണ്ടാക്കിയത് പിന്നെയും കുറച്ച് വർഷം കഴിഞ്ഞിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ജയിൽ റെക്കോർഡ്സ് നോക്ക്, അവിടെ കാണുമല്ലോ. ആ ബ്ലൂ റിയോൺ കാറിൽ ഇരുന്ന് തന്നെ ആയിരിക്കും അയ്യപ്പൻ അമ്പിളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുന്നുള്ളതുകൊണ്ട് അയ്യപ്പന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് നോക്കി. അത് ഏതാണ്ട് ചേർത്തല പട്ടണക്കാട് കഴിഞ്ഞ് 70 വരെ ആക്റ്റീവ് ആയിരുന്നു. സിമ്മും ഫോണും വഴി കളഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പോയതപ്പോ ടുവേർഡ്സ് എറണാകുളം ആണെന്ന് ഉറപ്പിക്കാം അല്ലേ? ട്രിവാൻഡ്രം വരെ വന്ന് ഇത്രയൊക്കെ ഒപ്പിച്ച് ഫോണും സിമ്മും ഒക്കെ ഡിസ്പോസ് ചെയ്ത ഒരാള് പിന്നെ ആ വണ്ടി കിടന്ന് കറങ്ങാൻ ചാൻസ് ഇല്ല അല്ലേ? പോലീസ് ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് വെറുതെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകാനുള്ള ചാൻസും കുറവാന്ന് തോന്നുന്നു. ശരിയാ, സേഫ് ആക്കുന്നവരെ ഫണ്ട് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ബ്രീത്തിങ് സ്പേസ് ആണ്. ഈ തൃശൂർ എറണാകുളം സൈഡിൽ പെട്ടിട്ടുണ്ടോ നോക്കാം. നമ്പർ പ്ലേറ്റ് ഫേക്ക് ആണെങ്കിലും പെട്രോൾ പമ്പിലെ സ്റ്റാഫ് പറഞ്ഞ അടയാളം ഉണ്ടല്ലോ. What about the finger? Where's the report on that? Did nobody report it? What about that finger in the last episode, last scene? ഗുഡ് മോർണിംഗ് സാർ. ആ ഡോഗ് ഷെൽട്ടറുകാർ എന്തോ വിഴുങ്ങി സംസാരിക്കുന്ന പോലെ തന്നെ തോന്നിയത്. He suspected that. Good. അന്ന് നിങ്ങൾ അതുകൊണ്ട് തർക്കിക്കാൻ പോയി വെറുതെ സമയം കളയണ്ട. പറയും ഉള്ളത് പറയും. Okay. പൈസ കൊടുത്തില്ലെങ്കിൽ അവന്മാര് പണിയൊന്നും ഉറപ്പാണോ? പോലീസുകാരന്മാരുടെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ? അല്ല, കർണാടകക്കാരായതുകൊണ്ട് വല്ല മയമുണ്ടോന്ന് അറിയാനാ. കൂടുതലുള്ളൂ. ഇയാൾക്ക് ഇവിടെ കിടന്ന് കളിക്കണ കളി പോരാഞ്ഞിട്ടാണോ കർണാടക പോയി തൊലിക്കാൻ പോയത്? എടാ മൈ, ഞാനിടത്ത് ഉണ്ടാക്കാൻ പോയില്ല എന്ന് പറഞ്ഞില്ലേ? മിഥിലാജിനെ കാസർകോട്ടുകാരന്മാര് മൈത്താണ്ടികളെ മുട്ടിച്ചു കൊടുത്തല്ലാതെ എനിക്കൊരിടപാടുമില്ല. എങ്കിൽ മിഥിലാജിനോട് നിങ്ങൾ ഷെയറും കൂടി ഇടാൻ പറ. ഓ, കടപ്പാടുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അമ്പിളി വർമ്മ കുലോത്തുങ്കൽ വല്ല 5000 10,000 ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും നോക്കായിരുന്നു. 10 lakhs is a lot. How did they arrange the money? What did they do? നീ വിചാരിച്ച ഒരു വഴിയുണ്ട്. എന്ത് വഴി? അളിയൻ പറഞ്ഞ കാര്യം തന്നെയാ. പെട്ടെന്ന് നടക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഇപ്പോഴേ ഇറങ്ങാൻ റെഡി. നാളെ തൃശ്ശൂർ പോകേണ്ടതാ. തൃശ്ശൂരിൽ തന്നെയാ ആ കാര്യം. Okay. They have understood. They have an understanding what it is. Obviously, we as audience don't know. We'll find out. Oh, it's serious. They can't discuss in front of her. മനസ്സിലായില്ല. Okay. അത് ശരിയാവത്തില്ല. He doesn't want. അങ്ങനെ പറഞ്ഞതിന്റെ കാരണമാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞത്. It's it. അതുകൊണ്ട് നിനക്കും ഉണ്ടാവും. That is interesting. Sorry, I paused, but that is very interesting that
like in this dynamics where Ayappan, because he's a seasoned criminal, but he's still scared for some reason. He thinks that the risk is too high. What is it? But it's a big amount. So the bigger the amount that you need, the higher the risk of the job. എന്താ അവര് തൃശ്ശൂർ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചില്ലേ? അതവര് പറയൂല സാറേ. ആരോട് എന്തരൊക്കെ പറയണോന്ന് നല്ല ബോധ്യമുള്ളവരാ. എനിക്കറിഞ്ഞൂടെ രണ്ടുപേരെയും. ശരി. അപ്പൊ അമ്പിളി പറഞ്ഞ പോലെ അയ്യപ്പൻ അന്ന് തന്നെ തൃശ്ശൂർക്ക് പോയി. അതെ. പിന്നെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഇല്ല. വിളിച്ചിട്ടുമില്ല. ചേച്ചി, ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് അറിയാത്ത കാര്യം അറിയാൻ വേണ്ടി മാത്രമല്ല, അറിയുന്ന കാര്യം എത്രത്തോളം വിഴുങ്ങുന്നു കൂടി നോക്കാനാ. ചേച്ചി കള്ളം പറഞ്ഞാലും കോൾ റെക്കോർഡ്സ് കള്ളം പറയില്ല. അന്ന് പോയിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ അയ്യപ്പന്റെ കോൾ നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. കാശ് ഒപ്പിച്ചെന്ന് പറഞ്ഞു. എങ്ങനെ? എനിക്കറിഞ്ഞൂടെ സാറേ. വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല. 2.5 മിനിറ്റ് ഉണ്ടായിരുന്നു കോൾ ഡ്യൂറേഷൻ. ഈ 2.5 മിനിറ്റും കാശൊപ്പിച്ചു മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. She's hiding as much as she can, but കണ്ടാൻ വരച്ച വരയ്ക്കുള്ള നടപ്പ് മടുത്ത് മനുഷ്യ വരച്ച് മൂക്കുമ്പോ തോന്നണ ഓരോ ഐഡിയകളാണ് ഇതൊക്കെ. ഇടിപ്പ പറയുന്ന പച്ചക്ക. നീ വരണം, 10:30 ഒരു പാസഞ്ചർ ഉണ്ട്. ഞാൻ എങ്ങും വരാൻ പോണില്ല. എടി സ്വന്തമായിട്ടൊരു നിപ്പ് വേണ്ടേ? എപ്പോഴും അങ്ങനെ കീ കൊടുക്കുന്ന പാവയായിട്ട് കിടന്ന് കറങ്ങിയാ മതിയാ. എവിടെയെങ്കിലും ഒരു സെറ്റപ്പ് കൊടുങ്ങാനുള്ള പാങ്ങും പൈസക്ക് ഇപ്പൊ എന്റെ ഉണ്ട്. തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വർത്താനം പറയൂല ഏട്ടാ. പിന്നെ അവളുടെ അമ്മടം wait, he wanted the money for himself. ചങ്ങലക്കിട്ട പട്ടിയായിട്ടിരിക്കണം എന്നല്ല ഇതിന്റെ അർത്ഥം. എല്ലാം നിർത്തിക്കോന്ന് പറഞ്ഞ് മൂക്കേറിട്ട് നിർത്തിയത് അങ്ങേര് തന്നെ. So he definitely had second thoughts. He was fed up. He was like, I arranged the money, let's just run away now. We can start our own life. The blue car is behind. The blue car is behind. I can spot the blue car. All stations control answering. എറണാകുളം സൗത്ത് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്റെ സംശയിക്കപ്പെടുന്ന ഒരു കൈവിരൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇരുനിറം, വെള്ളപ്പാടുള്ള നഖം, AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. വിരൽ വേർപെടുമ്പോൾ ശരീരത്തിൽ ജീവനില്ലായിരുന്നു എന്നാണ് ലാബ് റിപ്പോർട്ട്. So there is a death. കാണാൻ സാധ്യതയുള്ളതുകൊണ്ട് അന്വേഷണം. So there is a death. But again, I am saying it might be neither of them. Okay, Sirius is planting doubts in my head now. We'll see where it goes. എല്ലാ സ്റ്റേഷൻ പരിധിയിലും ബലപ്പെടുത്തണമെന്ന് ഡെൽറ്റ അറിയിക്കുന്നുണ്ട്. ഇതുമായി ഒത്തുപോകാൻ പറ്റുന്ന മാൻ മിസ്സിംഗ് കേസുകളുള്ള കൺസേൺഡ് SHOമാര് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം. ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ കൺട്രോളിനെ വിളിക്കുക. ഓവർ. വിനോദ് സ്റ്റേഷനിലുണ്ടോ? സാർ, എന്റെ ലിമിറ്റിനകത്തല്ല, ഇവിടെ സെൻട്രൽ സ്റ്റേഷന്റെ പരിധിയിൽ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ഒന്ന് ഒത്തു നോക്കാനാ. പുള്ളിയുടെ ഡീറ്റെയിൽസ് ഒന്ന് സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കാവോ? പ്ലസ് അവിടുന്ന് ആരെങ്കിലും വരുന്നതും ചിലപ്പോൾ നന്നായിരിക്കും. കാര്യം പറയും. The score in this is more like forward. It's not subtle. It's more thrilling. Aha. മോതിരവരല്ല ഡൈസെക്ട് ചെയ്യുമ്പോ ആളല്ലേ വല്ലായിരുന്നെന്നാ ആദ്യത്തെ എക്സാമിനേഷൻ തന്നെ സർജൻ പറഞ്ഞത്. ലാബ് റിപ്പോർട്ട് മാച്ചിങ് ആണോ? ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ അമ്പിളിയുടെ തന്നെയാണെന്ന് പക്കയായിട്ട് കൺഫേം ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ സമയം. സെക്കൻഡ് ബൈ സെക്കൻഡ് നോക്കി ഈ എക്സാക്ട് സ്പോട്ടിലോട്ട് ആരും നടന്നു നിന്നിട്ടില്ല. വണ്ടി നിർത്തിയൊന്നും വലിച്ചെറിഞ്ഞിട്ടുമില്ല. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്ന രീതിയിൽ അവിടുത്തെ കടക്കാരോ ഓട്ടക്കാരോ ഒന്നും കണ്ടിട്ടുമില്ല. വിരൽ അത്യാവശ്യം ഡിസ്റ്റോർട്ടർ ആണ്. എല്ലൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ മസിൽസ് ഞരമ്പൊക്കെ ചതഞ്ഞ പോലെ. വണ്ടി ആണെങ്കിൽ അത് അവിടെ നിന്ന് മുമ്പേ സംഭവിച്ചായിരിക്കണം. കാരണം ഇത് കണ്ടെത്തിയ സ്ഥലത്തോടെ വണ്ടിയൊന്നും പോയിട്ടില്ല. പിന്നെ വഴുവഴുപ്പുള്ള നേരിയൊരു കവറിങ് വിരലിന് ചുറ്റും ഉണ്ടായിരുന്നു അത്ര. See, every detail is so important, na? Like in an investigation.
They cleaned the car. വണ്ടി വാഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. Yeah. Hey, the music is like very, very energetic in this, like from the beginning. കാരണം മറ്റേ കർണാടക പോലീസുകാരും തീരുമാനമാക്കിയോ? വൈകുന്നേരം സിറിൽ സാർ അവരുടെ SP കൂടി ഇരിക്കുന്നുണ്ട്. മിക്കവാറും നോട്ടീസ് കൊടുത്ത് തലോടി കൊടുത്തേ ഉള്ളൂ. കേസായ പൈസ ആര് കൊടുത്തു, ഏത് വകുപ്പിൽ കൊടുത്തു എന്നും കൂടി ചേർത്തല്ലേ കേസെടുക്കാൻ പറ്റും. പല്ലിന്റെ ഇടവത്തി നാരണമല്ലോ. ആ, എന്നാലും ഈ കേസും കൊണ്ട് ഇനി ഇവന്മാർ ഈ വഴിക്ക് വരാത്ത രീതിയിൽ ലോകട്ടിട്ടേ വിടത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാരും പലവട്ടം ചെക്ക് ചെയ്ത ഒരു മനുഷ്യക്കുഞ്ഞു പോലും ആ വഴിക്ക് രാത്രി പോയിട്ടില്ല. But a dog did. മനുഷ്യൻ പോയിട്ടില്ലായിരിക്കും. പക്ഷെ നോക്കിയേ, I also saw a dog in the footage. Yeah. സർജന്റെ റിപ്പോർട്ടിൽ വിരല് കുറച്ച് ചതുവുണ്ടെന്നാണ്. ആസ് ഇഫ് ചൂഡ് ബൈ സമ്മൺ എന്നൊരു ലൈനില്ലേ, നമ്മൾ ഈ കാണുന്ന ഡോഗ് വോമിറ്റ് ചെയ്തായിക്കൂടെ ആ കൈവിരൽ? The slimy thing as well. പിന്നെ നേരത്തെ പറഞ്ഞ ആ വഴുവഴുപ്പുള്ള വിരലിന് ചുറ്റും. Yeah. He's so smart. Good job, Noble. സർ, കുറച്ച് അൺഓർത്തഡോക്സ് ആണ്. എത്രത്തോളം റിസൾട്ട് ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. നീ പറ. ആ ഡോഗ് നമ്മൾ കണ്ട ഫ്രെയിമിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള 10 മിനിറ്റ് നേരത്തെ അതിന്റെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കാൻ പറ്റിയാൽ? Okay. അതൊരു വൈറ്റിൽ ബ്ലാക്ക് പാച്ചസുള്ള ഡോഗാ. മാർക്ക് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമുണ്ടാവും. ആ പരിസരത്ത് നിന്ന് കിട്ടാവുന്ന എല്ലാ ക്യാമറകളുടെയും, ബാങ്കോ ATMോ കടകളോ ട്രാഫിക് ക്യാമറാസോ കിട്ടുന്നതിന്റെ എല്ലാ ഡയറക്ഷനിലേക്കുള്ള ഫുട്ടേജ് കളക്ട് ചെയ്യാം. അത് വെച്ച് ഡോഗിനെ റിവേഴ്സ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി നോക്കാം. Okay. അതൊരു സ്ട്രേ ഡോഗ് അല്ലേ? എവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞിട്ടുണ്ടാവും? 10 മിനിറ്റ് കൊണ്ട് ഒരു നായ ട്രാവൽ ചെയ്യുന്ന ദൂരത്തിന് പരിധി കാണുമല്ലോ. Yeah. That is true. I'm liking Noble's thought process. Smart. That's why the dog is important. Because of the dog, the case is gonna get cracked. See, the music is very different, and this is the most different score from the first 3 episodes. രാജാജി റോഡ്, സലൂൻ രാജ റോഡ്, ബാനർജി റോഡ്, TC തോമസ് റോഡ്. ഓക്കെ. Okay, the score is incredible for this episode. ഓക്കെ, അടുത്ത ഷോട്ട്. അനിയ, ഇത് നമ്മളിവിടെ ഇരുന്ന് ഡയറക്റ്റ് ചെയ്യുന്നതല്ല. പൊടി കിടക്കണം നീ. That is such a smart idea to investigate. Like, who would have thought, Mr. Noble? Okay, I'm sorry. I have to pause. This music is incredible. Like, from the beginning of the episode, I'm saying this, just the score of this episode particularly is incredible. Yes, കിട്ടി. They got the rider? ഇത് കാര്യമില്ലടാ. അതെന്താ സെയിം ബട്ടൺ അല്ലേ? They don't know. സാറ്റുകളിയല്ല, നമുക്ക് ആ പട്ടിയെ മാത്രം കിട്ടിയാൽ പോരാ. ആ ടൈം കോഡും സെറ്റ് ആവണം. നീ എന്റെ ടൈം കോഡ് നോക്കി. ആവശ്യമുള്ളതിൽ 3/4 മണിക്കൂർ മുമ്പുള്ള വിഷ്വലായത്. നമുക്ക് ആക്ച്വലി അറിയേണ്ടത് ഫിംഗർ കിട്ടിയ സ്പോട്ടിലേക്ക് പട്ടി എത്തുന്നതിന്റെ 10-15 മിനിറ്റ് മുന്നേ അതെവിടേക്കായിരുന്നു എന്ന് മാത്രം. Correct. ആ നോബിളെ പറ. ഈ ലാസ്റ്റ് ക്ലിപ്പ് ഏത് ക്യാമറയുടെയാ? ആ ജയിൽ സെറാമിക്സിന്റെ ഗോഡൌണിന്റെ. ക്ലിയർ ആയിട്ട് ലൊക്കേഷൻ ഒന്ന് പറയാമോ? എടാ, സൗത്തിൽ തന്നെ, മോർഗൻസ് റോഡ്.
Same tempo. Totally vibing to the music. Bro, if they find a body, that'll be like incredible. Ooh. Some old stadium? No! I need to know. I need to know. The 5th episode is called Back to Square One. Oh no. So we have 2 episodes left. Anyway, this is a reaction for 4th episode, so we're gonna stop here. I love the cliffhanger of this episode. I think the whole reverse tracking thing concept was the highlight of this episode for me. Very, very well done. And I think to make it really interesting in terms of visuals, like it was not just a simple, edited out montage, but they have put some incredible music and it really, really grabs your attention. So I think episode 4, music wise, I think the biggest highlight for me in the episode 4 was the score. Score wise, this episode completely stands out. This just no competition with the first 3 episodes. I loved how beautifully the music was done here. It created that thrill and it was required. So I think this was a welcome change. And also it kind of shows how there is a shift now in the investigation, because now they have gathered bits and pieces and now they're putting everything together because they are kind of progressing. But when I saw the name of the 5th episode, Back to Square One, I'm like, okay, do they hit a dead end? Because I feel that revelation, the cliffhanger where that stadium is there, that's going to obviously play a significant part. And just the whole, the highlight on the stray dog, that was so beautifully incorporated. So I think, again, very fast paced. Like I said before, it's a very laser focused series where we are not really bothered about personal lives, subplots, this and that. We get a glimpse, but this is a series about finding Ambili, and that's it. There's nothing more to it. That's why it's very, very laser focused, and I that's why the pacing is just so good. Absolutely loved this episode. I think I feel like as the episodes are progressing, it's getting more and more interesting, and that's how you build the interest, because now at this point we have a lot of context. The next episode is going to be the penultimate episode, obviously, and then we have the finale, which is close to like 45 minutes long. So we will get a lot of revelations. I'm waiting to see how they pan out the finale, because here how they cracked the root is something that I really loved watching. This was the biggest highlight for me. So yes, that was my reaction to episode 4 of Kerala Crime Files season 2. Please share your thoughts in the comments, and with that I will end this video here, and I will see you soon on my next one. Bye.